എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ സ്റ്റീവൻ ഫോൺ കട്ട് ചെയ്യും. ആദ്യം തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഹലോ ഓക്കെ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് രാഹുലും നീതുവും. രാഹുലാണ് ഇതിൻ്റെ സംവിധായകൻ, നീതു ഇതിൻ്റെ റൈറ്ററാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യുകയും എൻ്റെ പല സിനിമകളിലും ഞാൻ ചെയ്യാനിരിക്കുന്ന പല സിനിമകളിലും എൻ്റെ എഴുത്തിലൊക്കെ സഹായിച്ച ആളാണ് നീതു. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഒരു സഹോദരനെ പോലെയാണ് രാഹുൽ. നീതു ആയിക്കോട്ടെ ഒരു സഹോദരിയെ പോലെയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടതാണ്. ഒപ്പം ഇതിൽ അഭിനയിക്കുന്നത് ഈ മോഷൻ പോസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുന്നതൊരു ഹൊറർ ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. അപ്പം ഹീറോ ഒന്നുമല്ല, പക്ഷേ റോസ് ചേച്ചിയും നവ്യയുടെയും കൂടെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. നവ്യ ആണ് ആക്ച്വലി ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നവ്യയിലേക്ക് വരാം. അതൊക്കെ ഒരു മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇത് ഗഫൂർക്ക ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്, കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇവരൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയമാണ്. അപ്പം എന്തായാലും കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ബാക്കി നവ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവശി ചേച്ചി, റോണി ചേട്ടൻ, ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സിദ്ധാർത്ഥ് വരദൻ, മധുചേട്ടൻ, വിഷ്ണു, അങ്ങനെ വളരെ മിസ് ചെയ്ത് പോയോ? ഇല്ല,
ഇത്രയും ആൾക്കാർ, അത്യാവശ്യം തിരക്കില്ലാത്തൊരു കാസ്റ്റും ക്രൂ ആണ്. ടെക്നീഷ്യന്മാരൊക്കെ എനിക്ക് പരിചയം, കുറച്ച് പേര് ക്യാമറമാനൊക്കെ ചെന്നൈയിൽ നിന്നല്ലേ. അപ്പോൾ മ്യൂസിക് അരുൺ ഇല്ലേ? അരുൺ ആണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ എന്തായാലും തിരക്കേടില്ലാത്തൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, ഈ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ അവരോടുള്ള നന്ദി പറച്ചിലാണ് ഇനി അടുത്തുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയുണ്ടായി. ആ സിനിമയിൽ എനിക്ക് പരിചയമില്ലാത്തതും എനിക്കറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. ആ സിനിമ സ്പാ. അതിൽ അഭിനയിച്ച ആള് മേജർ രവി. പോയോ? എന്നോട് നിർബന്ധിച്ച് കാണാൻ പറഞ്ഞതാണ് കുടുംബത്തോടൊപ്പം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആ പടം കണ്ടു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചു, ഞാൻ കണ്ടു. അറിയാത്തതും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൽ അറിയാനുണ്ടായിരുന്നു, മനസ്സിലാക്കി. അതിൽ എനിക്ക് കണ്ടതിൽ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഏറ്റവും മാസ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻട്രി ഞാൻ കണ്ടതിൽ, തിയേറ്ററിലാണ് ഞാൻ ചിലപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈയടിച്ചു പോയത്. ഇവിടെ മൈനേഴ്സിന് ഇതില്ല എന്ന് പറയുമ്പോൾ ഒരു വെടി ശബ്ദത്തോടുകൂടി മേജർ അങ്കിളിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം ഇല്ല. നിർബന്ധിച്ച് കാണിപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞേ പറ്റൂ. താങ്ക് യു ഫോർ കമ്മിങ്. അടുത്തതായിട്ട് പടം കണ്ടല്ലേ? പടം കണ്ടു. ഒരു ഹാപ്പി സന്തോഷമുണ്ട് അവിടെ, ഹാപ്പി എൻഡിങ്, ഒരു സന്തോഷം. പടം കണ്ടു. ശിവൻ പടം കണ്ടു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള്, 2019 ഞാനും അജുവും വിശാലും കൂടെ നിർമ്മിച്ച സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങൂലോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുന്നേ വരെ, ഒരു തലേ ദിവസം വരെ പ്രശ്നമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒത്തുകൂടാറുള്ള സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് സന്ദീപ് ഏട്ടൻ. കാരണം എൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടത്തിലൊരു ആനിമൽ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ 2-3 പട്ടികളെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് ഡൽഹിയിൽ പോയിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അങ്ങനെ സന്ദീപ് ഏട്ടൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ അവിടെ മത്സരിച്ച സിനിമകൾ എന്ന് പറയുന്നത്, ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബ്രദേഴ്സ് ഡേ, രാജവങ്ങളുടെ ഫൈനൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടന്റെ, ലാൽ സാറിന്റെ ഇട്ടിമാണ്. സന്ദീപ് ഏട്ടന് ലിസ്റ്റിൻ സ്റ്റീഫനോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപ് ഏട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. എന്താണെന്നറിയില്ല, സന്ദീപ് ഏട്ടൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരുന്നു. ഒരേ കമ്മിറ്റിയിലുള്ള, ഒരേ അസോസിയേഷനിലെ ആൾക്കാർക്കിടയിലുള്ള എന്തോ പ്രശ്നം കൊണ്ടാവാം സന്ദീപ് ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരുന്ന സന്ദീപ് ഏട്ടനെ ഈ അവസരത്തിൽ, ഈ വേളയിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് എന്ന് പറയുന്നത് എൻ്റെ മെന്ററും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി, നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയില് വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാമെന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റിയൊക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയാൻ ചാരിറ്റിയൊക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു, അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ
ഇടയ്ക്ക് കുറച്ച് പേരിനെ കുറെ അമ്മമാരും അതിനിടയിലുള്ള കുറെ അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബിനാമിയോ നിങ്ങളുടെ ബിനാമിയാണ്. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു എസ് എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അപ്പൊ അതിനിടയിൽ അത് പല ചർച്ചകൾക്ക് ഒടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു, അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇതറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ലല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇറക്കിക്കൊണ്ടുവരും, ബെയിലിറക്കും. ദിലീപേട്ടൻ നമ്മൾ ഇറക്കും. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ വെച്ച സാധനം ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുമ്പോഴെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛൻ ഒരിക്കലും ആവാതെ എന്നതിന്റെ കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലെയുള്ള ആൾക്കാർ, എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെ ഒതുങ്ങിക്കൂടാതിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെക്കും. രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അശ്വന്ത് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് എന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അറിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് കളിയെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രു ഒഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതോ ഒരു മരപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പൊ ഞാൻ ചോദിച്ചു, അളിയൻ സിനിമയൊന്നും പ്രൊഡക്ഷനൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അളിയൻ, ഞാനിപ്പോൾ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് ഉള്ളിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിനുശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഇപ്പം സിനിമയുടെ എണ്ണം കുറഞ്ഞു, പക്ഷെ എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ എഴുതുന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ട് നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരൂ, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരൂ, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരില്ല 2 പേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നബിയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല, അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം
പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിനു ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്നെ 3-4 തവണ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് കാവ്യനെയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നതാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ ഇന്നലെ ഞാനാണ് വിളിച്ചതിന് ഒരുപാട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ വലിയ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, റോശേച്ചിയുണ്ട്, നവ്യയുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ചേട്ടനൊന്ന് വരണം. ധ്യാൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വിനീതിനെ ധ്യാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ധ്യാനെ ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കുന്ന ധ്യാനിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ധ്യാൻ ഞങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വതി. പിന്നെ ധ്യാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയണേ, നീ ഇതൊന്നും ഇന്നും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും, അല്ലേ? ഇതൊരു വലിയ സന്തോഷമുണ്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ഉർവശി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഉർവശിയുടെയും ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം
ഉർവശിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉർവശിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നൊന്നും. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ ഉർവശിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് ഒരാൾ തന്നെയാണ് ഉർവശി ചേച്ചി. ഇവിടെ നിന്ന് വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 100-150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പം അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ? അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. നീതു പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നന്മകളും നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. വളരെ സന്തോഷം. രാഹുലും നീതുവും ചേർന്നാണ് സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ഹൊറർ സിനിമ. ഞാൻ ഹൊറർ സിനിമകളൊക്കെ കാണാൻ വളരെ പേടിയുള്ള ഒരാളാണ്. അധികമൊന്നും കണ്ടിട്ടില്ല. അഞ്ചാം പാതിര പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. അതൊരു ഹൊറർ ജോൺറയാണോ എന്ന് പറയാൻ പോലും കഴിയില്ല. എന്നാലും സിനിമകളൊക്കെ വളരെ ബുദ്ധിമുട്ടി, എന്താ പറയുക, കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുറേ ചെവിയിൽ എയർപോർട്ടൊക്കെ വെച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഹൊറർ സിനിമ കാണുന്നത്. പക്ഷേ എന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം അങ്ങനൊരു ട്രയലാണ്. എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ജസ്റ്റിസ് ടു ഇറ്റ്. And thank you, Gafurka, for taking an initiative to produce a movie like this with a lot of newcomers in it. And thank you so much, Diliveta, for being here. എല്ലാ കാലത്തും ദിലീപേട്ടനോട് ആദ്യത്തെ സിനിമയിൽ ഇഷ്ടം എന്ന എൻ്റെ സിനിമയിലൂടെ ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ ദിലീപേട്ടൻ്റെയും കൂടി ഒരു എസ് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് മുതുകുളം പോലുള്ളൊരു നാട്ടിൽ നിന്ന് ഇപ്പോൾ പേര് പറഞ്ഞാൽ അറിയാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പം അന്ന് ഞാൻ കാലുതൊട്ട് നമസ്കരിച്ചിട്ടാണ് ആദ്യം സിനിമ ഷൂട്ടിംഗ് തീർന്നപ്പോൾ ഞാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ബഹുമാനം എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. ആ സ്നേഹവും ബഹുമാനവും എന്നും തിരിച്ച് തന്നിട്ടുള്ള ഒരു കോ ആക്ടറാണ് ദിലീപേട്ടൻ. ആൻഡ് thank you so much for coming here and doing this favor to us. പിന്നെ ലിസ്റ്റിൽ ആൻഡ് സന്ദീപ് എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ അവൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഇതുവരെ എനിക്ക് പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നീ ആലോചിക്കണേ. ആൻഡ് ലിസ്റ്റിൽ ഞാൻ തിരിച്ചു വന്ന ഒരുത്തി എന്ന സിനിമയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ലിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് വളരെ സ്നേഹത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാലയളവിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ ന്യൂ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. മൊത്തം സിനാരിയോ ഒക്കെ മാറി, പരിചയമുള്ള ആൾക്കാരൊക്കെ മാറി, അങ്ങനെയാണ്. പക്ഷെ എന്നാലും ആ പരിചയക്കുറവിനിടയിലും ഇപ്പോഴും സ്നേഹത്തോടെ എല്ലാവരും നോക്കി കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ മേജർ രവി സാറിനോടും ഒരുപാട് നന്ദി. അപ്പോൾ സാറിൻ്റെ പേര് ഞാനിങ്ങനെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേജറൊക്കെ ആണോ? ഞാൻ പറഞ്ഞു ആ മേജറൊക്കെ ആണോ? ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തു. അപ്പോൾ ഈ NSG എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, ഇത്ര വർഷം കമാൻഡോ ആയിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി സായി.
anyways, thank you so much, sir, for coming here. And പിന്നെ ധ്യാൻ എന്നെ ഇങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ, മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു വന്നു. ധ്യാൻ തന്നെ ഓർമ്മയുണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാണ് പറയുന്നതെന്ന്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷന് വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷേ whenever I feel low, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര വിളിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ധ്യാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ധ്യാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പം എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ധ്യാനിൻ്റെ പൊട്ടിത്തെറിക്കലും അത് കഴിഞ്ഞ് ദിലീപിൻ്റെ നർമ്മമായിട്ടുള്ള നവ്യയുടെ ഇമോഷണലായിട്ടുള്ള റിക്വസ്റ്റും ആ പാവാടക്കാരിക്ക് സാരിയൊക്കെ നിന്ന് ഏറെമണിഞ്ഞ കണ്ണുമായി ആ CMനെ വെൽക്കം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മയിൽ നടക്കുന്ന ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ റൈറ്റർ ഐ നോ വെരി വെൽ ബിക്കോസ് വി വർക്ക്ഡ്. ആ കുട്ടി എന്നൊരു അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഇന്നൊരു റൈറ്ററായിട്ട് ആ പടത്തിൻ്റെ പൂജയ്ക്ക് വരാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട്. ഈ ധ്യാനിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവാം. ഏറ്റവും പൊട്ടും തിരിയാത്ത ഒരു നിക്കറിട്ട് നടന്നിരുന്ന ഒരു ധ്യാനിനെ എനിക്കറിയാം. അജുവിനത് വളരെയധികം സന്തോഷമായിരിക്കും. മദ്രാസിൽ ശ്രീനേട്ടൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫാമിലിയായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് റെയിൽ നഗറിലായിരുന്നു താമസം. എൻ്റെ വീടിൻ്റെ നേരെ മുകളിൽ. അപ്പം എപ്പോഴും ശ്രീനേട്ടൻ വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീട്ടിൽ. കാരണം കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അന്ന് ശ്രീനേട്ടൻ ഈ ഡയബറ്റീസ് ആയതുകൊണ്ട് അനിതയ്ക്ക് അറിയാമായിരുന്നു ശ്രീനേട്ടൻ ചോറൊന്നും കഴിക്കില്ല, പച്ചക്കറി മാത്രം. ഞാൻ ഡയബറ്റീസ് എനിക്ക് കിട്ടാറില്ല, പക്ഷേ ശ്രീനേട്ടന് ആ പ്രിഫറൻസ് കൊടുത്തിട്ടായിരുന്നു അനിത. അവിടെയാണ് ഇവനെ പോലുള്ള 2 ചെടുങ്ങന്മാർ, അത് വിനീതും ധ്യാനം കൂടെ വന്ന് അവിടെ മുകളിൽ TV ഇല്ല. അപ്പോൾ താഴത്തെ വീട്ടിൽ വന്നിരുന്ന് TV കണ്ടിരുന്ന ആ കൊച്ചു ചെറുക്കൻ ഇത്രയും പ്രശ്നക്കാരനാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് പ്രശ്നമല്ല. ഇന്നിപ്പോൾ നവ്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്നൊരു സംഭവം വരുന്ന സമയത്ത് വി ജസ്റ്റ് ടൈപ്പ് വിനീത് ശ്രീനിവാസൻ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ പിന്നെ ഓക്കെ, അതൊരു വളരെ രസം. പക്ഷെ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു എന്നുള്ള അറിയില്ല. ഇപ്പം വിനീത് പറയുന്ന പോലെ അല്ല ധ്യാനിൻ്റെ. ധ്യാൻ നാളെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങളെ ലാലേട്ടന് കിട്ടുന്ന റെമണ്ടേഷനൊക്കെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം കാരണം ഒരു പടം ചെയ്യും, ഞാനൊരു 15 പടം ചെയ്യും. അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ കാശും കിട്ടുന്നു.
അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടോ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സന്ദീപിനെയും ലിസ്റ്റിനെ പോലുള്ള ആൾക്കാർക്ക് കൂടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വിളിച്ച് പടം കൊടുത്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് വണ്ടർഫുൾ ഗായ്. അത് എല്ലാം ഇനി അധികം ഞാൻ പറയുന്നില്ല. അജു, നീയൊക്കെ ഇങ്ങനെ സഹിക്കുന്നതിന് ഞാൻ സമ്മതിക്കുന്നത്. റോണി ഓൾസോ യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ഓൾ ദിസ് സീൻസ്. എല്ലാവർക്കും പക്ഷേ ഈസ് എ വണ്ടർഫുൾ ഗായ്. ഐ വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ് സിൻസ് ഹി ഈസ് ബിക്കമിങ് ദ ഹീറോ സോ കോൾ എലോങ് വിത്ത് നവ്യ ആൻഡ് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഉർവശിയാണ്. എന്നെക്കാൾ വയസ്സ് കുറവാണെങ്കിലും ഞാനിപ്പോഴും ഉർവശി ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ആൻഡ് പ്ലസ് ദ പ്രൊഡ്യൂസർ ഗഫൂർ, I wish you all the best. The entire team, Rahul and Neetu and everybody. ആരെങ്കിലും പേര് പറ്റുന്നെങ്കിൽ ക്ഷമിക്കണം. ആൻഡ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഒരു പുതിയ ഡയറക്ടർ, ഒരു പുതിയ പ്രൊഡ്യൂസർ, അപ്പോൾ ഇവർക്കെല്ലാം ഒരു വലിയ വിജയം കാണാനായിട്ട് സാധിക്കട്ടെ. ധ്യാനിന് നവ്യയോടുള്ള ഭയങ്കര ക്രഷ് കാരണം ബ്രഷ് ചെയ്യാൻ പോലും പലപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ക്രഷാണ്. അപ്പോൾ ധ്യാനിൻ്റെ ആഗ്രഹം ഇവിടെ പൂർണ്ണീയമാണ്. പല സിനിമകളിലും ധ്യാൻ നായകനായിട്ട് വന്നിട്ടുണ്ട്, വിസിറ്ററായിട്ടും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിസിറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വളരെ വലിയ വിജയമായി മാറട്ടെ. നവ്യയാണെങ്കിലും ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നവ്യയുടെയും ഒരു പ്രയത്നം. അതെ, ഹൊറർ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഡയറക്ടർക്ക് ഇനി അങ്ങോട്ട് തെളിഞ്ഞോളൂ. അപ്പോൾ ഇനി നവ്യയ്ക്ക് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതിൻ്റെ ഹോൾ ക്രൂവിനെല്ലാം വളരെയധികം സന്തോഷം എന്നെ വിളിച്ചതിന്. ധ്യാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നു. ധ്യാൻ പല സിനിമകളിലും അഭിനയിക്കുന്നു, ഫ്ലോപ്പ് ആവുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിലും ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി പല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒരു കഥ പോലും ഫുൾ കേൾക്കാതെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ തന്നെ ആവണമെന്നില്ല, അപ്പം എൻ്റെ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ അത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ധ്യാൻ. എനിക്കറിയാവുന്ന പല ടെക്നീഷ്യൻസിനും ധ്യാൻ അങ്ങനെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല സിനിമകളും പരാജയപ്പെടുമ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ സത്യമാണെങ്കിലും ആ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ സിനിമകളുടെയൊക്കെ റിസൾട്ട് വരുമ്പോൾ അതും പുള്ളി അങ്ങ് ഏറ്റെടുക്കുന്നത്. സോ അത്രയും നല്ല വ്യക്തിയും കൂടെയാണ്. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് മോശമാണെങ്കിലും വളരെ അധികം സന്തോഷം. ഈ സിനിമ ഒരു വിസിറ്ററായി വന്ന് ഒരു ലോങ് ലൈഫുള്ള സിനിമയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വിസിറ്റർ കുറേ എനിക്ക് വേണ്ടപ്പെട്ട വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സിനിമയാണ് വിസിറ്റർ. ആദ്യം ഇതിൻ്റെ സംവിധായകൻ രാഹുലിൻ്റെ ഫാദർ മുരളിച്ചേട്ടൻ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇത് രാഹുൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിൻ്റെ ഇതിലുപരി മുരളിച്ചേട്ടൻ്റെ ഒരു സിനിമാ സ്നേഹി, സിനിമയുടെ പിന്നാമ്പുറത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മുരളിയേട്ടനും രാഹുലിനും ഇതിൻ്റെ റൈറ്ററായ നീതുവിനും ആദ്യം എൻ്റെ ആശംസകൾ. ഇതൊരു ഗംഭീര വിജയമാവട്ടെ. അതുകൂടാതെ ധ്യാൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ 2008 ശ്രീലങ്കയിൽ വളരെ യാദൃശ്യമായിട്ട് അദ്ദേഹം മദ്രാസ് ജീവിതം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് താമസം മാറി. അങ്ങനെ തിരുവനന്തപുരത്ത് വഴുതക്കാട് എൻ്റെ അമ്മാവൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ, അതേ അപ്പുറത്തെ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് താമസിച്ചു. അപ്പോൾ ഞങ്ങൾ പച്ചമരത്തണൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ ശ്രീനേങ്ങളിനെ വിളിക്കാനായിട്ട് പോകും. അപ്പം ശ്രീനേങ്ങൾ എൻ്റെ കൂടെ ഈ മുഴുവൻ സ്ഥലങ്ങളിലും ഞാനും ശ്രീനേങ്ങളും മാത്രമാണ് യാത്ര.
അപ്പൊ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ശ്രീനിയങ്ങൾ പറഞ്ഞു, പുള്ളി കുറച്ച് പോലെ പറഞ്ഞതുപോലെ ഗ്രീൻ ടീ ഒക്കെയാണ്. അപ്പൊ ഞാൻ ഗ്രീൻ ടീ ഒക്കെ അന്ന് ആദ്യമായി കുടിക്കുന്നത് എനിക്കൊന്ന് ശ്രീനിയങ്ങൾ എടുക്കാം, ഗ്രീൻ ടീ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഗ്രീൻ ടീ എടുത്ത് ഇങ്ങനെ മുന്നിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മദർ വന്ന് കഥക് തുറന്നു വിട്ടു. അപ്പൊ നോക്കുമ്പോൾ അന്ന് ഈ ധോണി ഇവിടെയൊക്കെ കാലഘട്ടം. അപ്പൊ തലമുടി ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ വളർത്തിയിട്ട് ഒരു യുഗപുരുഷനെ പോലെ തോന്നുന്ന ഒരു വ്യക്തി കഥക് തുറന്ന് ഇങ്ങനെ വന്ന് ചീറിപ്പാഞ്ഞ് ആരെയും മുഖത്ത് നോക്കുന്നില്ല, തല കുടിച്ച് നേരെ അങ്ങനത്തെ ഒരു മുറിക്കകത്തോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് രണ്ടാമത്തെ മോനെ ഇവിടെ പഠിക്കുക, പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ വിട്ടിങ്ങ് വന്നത്. ഞാൻ മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സന്തോഷം, കൊള്ളാം. അപ്പൊ ആരുടെ ഞാൻ അപ്പൊ വളരെ സാരിയാണ് ഞാൻ വെച്ചാൽ അറിയാൻ മിണ്ടില്ല, അപ്പം മിണ്ടാതെ ഒട്ടും മിണ്ടുന്നില്ല, ഇങ്ങനെ തല കുനിച്ചങ്ങ് പോകുമായിരുന്നു. ഞാൻ വെച്ചു വളരെ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള, അപ്പൊ ചിലർക്കുണ്ടല്ലോ അങ്ങനെ മക്കള് വളരെ റിസർവ്ഡ് ആയിട്ട് പിന്നെ ഭാവിയിൽ എവിടെയെങ്കിലും യുഎസിലോ അമേരിക്കയിലോ ഒക്കെ പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി പോയി അങ്ങനെ വരുന്നൊക്കെ മക്കൾക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ അതിൽ പെടുന്നതാണ്. വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു ഇത്. പിന്നെയാണ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ശ്രീനിയങ്ങൾ അവിടെ വിട്ടുപോയി തിരുവനന്തപുരം. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ മോഹൻദാസ് കോളേജിൽ നിന്നപ്പോ ഈ ധോണിയുടെ മുടി അവരൊന്ന് വെട്ടി, അതിനെ അപ്പൊ പുള്ളി അവിടെ നിൽക്കാൻ തോന്നില്ല. അപ്പൊ തന്നെ പുള്ളി കോളേജ് വിട്ട് നേരെ വെല്ലൂരിലോട്ട് വണ്ടി കയറി. അപ്പൊ ശ്രീനിയങ്ങളും തിരുവനന്തപുരം വാസം അവസാനിപ്പിച്ച് വണ്ടി കയറി. പിന്നെ പിൽക്കാലത്ത് അറിയുന്നത് ശ്രീനിയങ്ങളും, പിന്നെ അതെല്ലാം പിന്നെ ചരിത്രമാണ്. കാരണം വെച്ചാൽ പിന്നെ എല്ലാം നമുക്ക് ഇന്റർവ്യൂയിലൂടെ എനിക്കറിയാം, ബാക്കിയൊക്കെ ഇനിയിപ്പോ വേറെ ഒന്നും അറിയാനില്ല ബാക്കി. അപ്പൊ അത് മുഴുവൻ ഇന്റർവ്യൂവിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപേട്ടന് ശേഷം ഇപ്പോഴും പിള്ളേർക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ഇപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ ദിലീപേട്ടന്റെ പടം കാണിച്ചാണ് പിള്ളേർ ഭക്ഷണം കഴിക്കുന്നത്. അത് ഏത് ജനറേഷനിലുള്ള പിള്ളേരാണെങ്കിലും ഈ കാലത്തിന് അതീതമായാണ് ദിലീപേട്ടന്റെ സിനിമകൾ എപ്പോഴും. അതുപോലെ തന്നെയാണ് ധ്യാനിന്റെ ഇന്റർവ്യൂകളും. ഈ പിള്ളേർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ധ്യാൻ എല്ലാ കാലവും ഇങ്ങനെ നിലനിന്ന് പോകും എന്നുള്ളതാണ്. ധ്യാനിന്റെ ഇന്റർവ്യൂസ് എപ്പോഴും കേൾക്കാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം ഇനി ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും. അപ്പൊ അത് പിന്നെ നവ്യ, ഓഫ് കോഴ്സ് നവ്യ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ നവ്യക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വാസ് സോ ഹാപ്പി ഫോർ ഹർ കം ബാക്ക്. ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയിൽ അതിനുശേഷം ബാക്ക് ടു ബാക്ക് സിനിമകളിൽ എൻ്റെ സിനിമകളിൽ അഭിനയിക്കാനായിട്ട് കഥാപാത്രത്തിന് ചേർന്ന് ഒരു ഇത് വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നവ്യ ഉറപ്പായിട്ടും എനിക്ക് അഭിനയിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു നല്ലൊരു ആക്ടറാണ്. സോ ഹാപ്പി ഫോർ യു. പിന്നെ ഉർവശി ചേച്ചി, ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഉർവശി ചേച്ചി. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഉർവശി ചേച്ചിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത്. ഉർവശി ചേച്ചി എനിക്ക് തോന്നുന്നു 80കളുടെ അവസാനവും 90കളിലും ചെയ്ത സിനിമകൾ വെച്ചാണെങ്കിൽ ഓരോ വർഷവും ഓരോ അവാർഡ്, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടാനുള്ള പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് ഉർവശി ചേച്ചി. ആ ഉർവശി ചേച്ചിക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു നീതി കിട്ടിയത് സിനിമയിൽ, ഒരു അവാർഡായിട്ട് കിട്ടിയത്. പ്രേക്ഷകരുടെ അവാർഡ് എപ്പോഴും വലുതാണ്, അതിനപ്പുറം ഒരു അവാർഡായിട്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്താണ്. അപ്പോൾ ഉർവശി ചേച്ചി എൻ്റെ വളരെ വളരെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയും ആക്ടറുമാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഈ വിസിറ്റർ എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ഗഫൂർക്ക, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇതിൻ്റെ സഹനിർമ്മാതാവ് ശ്രീ അനീഷ്, അദ്ദേഹത്തിൻ്റെ 2 സിസ്റ്റേഴ്സ്, ട്വിൻ സിസ്റ്റേഴ്സ്, ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്, എൻ്റെ കൂടെ കോളേജിൽ എൻ്റെ സഹപാഠികളായിരുന്നു. അപ്പം അദ്ദേഹത്തിനും എൻ്റെ ആശംസകൾ. ഇപ്പോൾ വിസിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരു അതിഗംഭീര വിജയമാകട്ടെ എന്ന് ഒന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പരിപാടിക്ക് വന്നത്. ധ്യാൻ്റെ ഏതോ പടത്തിലൊരു പൂജയുണ്ട്, മരണം എന്ന് പറഞ്ഞു. ഇന്നേ വരെ അങ്ങനെ പൂജയ്ക്കൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞാടാ, ഞാൻ അതിൽ വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ ധ്യാൻ്റെ പൂജയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഉമ്മാർ അങ്ങനെ ഒരിക്കലും എന്നെ കൊണ്ടുപോകാറില്ല. ഇതെന്തോ ചതിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇത്രയും ചിരിക്കാൻ പറ്റി. കുറേ ദിവസമായിട്ട് ഞാൻ സ്ട്രെസ്സായിട്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര സന്തോഷം, എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി. ഈ പടം വിസിറ്റർ സാധാരണ തൻ്റെ വിസിറ്റർ പോലെ ആവാതെ ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതുവരെ 26 അക്ഷരങ്ങളിൽ ഏതോ കർഷകത്തിന് നെസ്സിട്ടു. പക്ഷെ സൂപ്പർമാൻ എന്നുള്ളൊരു വാക്കിന് പകരം ശ്വേതാമരൻ എന്നുള്ള വാക്ക് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ വ്യക്തി
ഞാൻ ശ്രീനിവാസനായിരിക്കും. ഇക്കണ്ട ക്യാമറകളിൽ ഇന്ന് ഇത് റീലുകളായി കട്ട് ചെയ്ത് ലക്ഷം ആൾക്കാർ കാണും. അതിൻ്റെ പകുതി ആൾക്കാർ ഈ പടം കാണാൻ തിയേറ്ററിൽ കയറിയാൽ ഈ പടം ബ്ലോക്ക് ബസ്റ്ററാണ് എന്നൊന്നുകൂടി ഓർമ്മിക്കുന്നു. ശ്രീനേട്ടൻ്റെ ഏറ്റവും നല്ല തിരക്കഥയിൽ ഒന്നായ അഴകിയ രാവണനിലെ ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം ബോംബെ പോയി പുള്ളി പല ബിസിനസ് ചെയ്ത് തിരിച്ചു വന്ന് പ്രൊഡ്യൂസറായി അനുരാധയ്ക്ക് വേണ്ടി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ആ വീട്ടിൽ പടം ഷൂട്ട് ചെയ്യുന്നു. ചൈൽഡ്ഹുഡ് ക്രഷായ നവ്യ നായരെ ചെറുപ്പത്തിൽ ആരാധിച്ച് അങ്ങനെ അവസാനം 10-25 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 20-22 വർഷങ്ങൾക്ക് ശേഷം നവ്യ നായരോടൊപ്പം ഒരു പടം ചെയ്യുന്നു. ലോക സിനിമാ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കൗമാരക്കാരതിൻ്റെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനെല്ലാത്തിനും പുറമെ അദ്ദേഹം കേരള ജനതയുടെ ചീഫ് മിനിസ്റ്ററായി മാറി. ആ വേദിയിൽ വീണ്ടും തൃശയായിരുന്നല്ലോ വിജയുടെ CM പരിപാടിക്ക് വന്നപ്പോൾ ഇതിരുന്നത്. നിങ്ങൾ സാരി എന്ന് പറഞ്ഞ തൃശ എല്ലാവരും അല്ല, തൃശയ്ക്ക് പകരമായി നവ്യ നായരെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു. അത് കുഴപ്പമില്ല, അത് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇതിനെല്ലാത്തിനും പുറമെ 15 വർഷം മുമ്പ് TVക്ക് ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം എന്താന്നുള്ളത് കൂടി നിങ്ങൾ പറഞ്ഞു. എന്തായാലും കേരള ജനത എങ്ങനെ സീനിനെ എന്തായാലും ഏറ്റെടുക്കില്ല, അതോടെ നോക്കട്ടെ. അത് അത്രമാത്രം ബുദ്ധിശൂന്യന്മാരല്ല മലയാളികൾ, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഞാനിതൊരു രാഹുലിനെ അടുത്തത് സംസാരിക്കാൻ വിളിക്കണം എന്നൊരു കാര്യം പറയുന്നു. അപ്പോൾ ഒരു സിനിമയുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നായിട്ട് എല്ലാവർക്കും അറിയാത്ത അല്ലെങ്കിൽ ദിലീപിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ തിരക്കഥയാണ്. അപ്പോൾ എൻ്റെ തിരക്കഥയിൽ നീതു ചെയ്തിരിക്കുന്ന വർക്ക് പ്രശംസനീയമാണ്. അത് ആദ്യത്തെ കാര്യം. പിന്നെ ഒരുപാട് പുതുമുഖ സംവിധായകരോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു പുതുമുഖ സംവിധായകൻ ഇവിടെ വീണ്ടും എന്താ പറയുക ഇങ്ങനെ ഒരു പടത്തിൽ ഒരു വേഷം ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചതിന് സാർ ജഗദീഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ മനോഹരമായ വേദിക്ക് ഇങ്ങനെ അവസരം നൽകിയ ദൈവത്തിന് ആദ്യമായി സ്തുതിക്കുകയാണ്. അതുപോലെ വിസിറ്റർ നിങ്ങളെ കാണാൻ വരുന്ന ആ തുടക്കം ഇവിടെ ഗംഭീരമാക്കിയ ഇതിൻ്റെ ക്രൂസ് പ്രിയപ്പെട്ട ദിലീപേട്ടൻ, വളരെ മുമ്പ് അറിയാം, നവ്യ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയാനുണ്ട്, അത് വേറെ പറയാം. അതുപോലെ തന്നെ റോണി, മറ്റ് പ്രമുഖരെ. ഈരാളിച്ചേട്ടൻ പോയോ? ഈരാളിച്ചേട്ടൻ. അങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഈ വേദിയെ ധന്യമാക്കിയ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുകയാണ്. ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു ഫിലിം 2 വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത്. 2 വർഷം മുമ്പ് തുടങ്ങിയത് എല്ലാവർക്കും അതിന് ചിന്തകൾ വന്നത്. അതിൽ നീതു വളരെ ഭംഗിയായിട്ട് ആ സ്ക്രിപ്റ്റ് ചെയ്തു എന്നുള്ളത് എക്സ്പീരിയൻസ് ഉള്ള നടന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ചിത്രം മലയാള സിനിമയിൽ ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഏറ്റവും നന്നായി ഈ പടം ജനങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു പരിപാടിക്ക് വന്ന് സ്വിച്ച് ഓൺ ചെയ്ത പ്രിയപ്പെട്ട ദിലീപേട്ടനെ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ മേജർ രവി, അദ്ദേഹമായിട്ട് എനിക്ക് നേരിട്ട് പരിചയങ്ങൾ ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞതിൽ ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. പിന്നെ അജു വർഗീസ്, റോണി ഡേവിഡ്, മറ്റ് എല്ലാവർക്കും ആരെങ്കിലും പേര് പ്രത്യേകിച്ച് സുകുമാരക്കർ പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം, ലിസ്റ്റൻ സ്റ്റീഫൻ, സന്ദീപ്, അതുപോലെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിന് മുകളിൽ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം വിസിറ്റർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ സംവിധായകൻ, ഇന്നത്തെ താരം അദ്ദേഹമാണ് രാഹുലിനും നീതുവിനും അരുണിനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ. നമുക്കറിയാം ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ അഭിനേത്രിയായ ഉർവശി മാഡം, നവ്യ, എൻ്റെ പ്രിയ സുഹൃത്ത് ധ്യാൻ,
പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഞങ്ങൾ സിനിമയിലോട്ട് വരാൻ കാരണമായ വിനീത് ശ്രീനിവാസൻ, ദിലീപേട്ടൻ. നാളെയാണ് മലർവാടിയിൽ 16 വർഷമാവുന്നത്. അപ്പം അന്ന് തലേദിവസം ദിലീപേട്ടനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ലിസ്റ്റിൻ, അതേപോലെ തന്നെ സന്ദീപേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. അതിനൊന്നും ഇതിൽ പറയാനില്ല. അതിൽ അതേ നർമ്മങ്ങളും സറ്റയറും സർക്കാസവും ഒക്കെ അദ്ദേഹം ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം ഉള്ളൊരു കാര്യം ധ്യാനോട്, അദ്ദേഹം ആണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. ആ സോഷ്യലിസ്റ്റ് മനോഭാവം ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ഞാൻ കണ്ടേക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനിയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ വിശേഷങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിന് നടക്കുന്നൊക്കെ വിളിച്ചു പറയും. അപ്പം നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. ഹൈദറിനൊക്കെ സന്തോഷമായില്ലേ, ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബുചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊണ്ട് കൊണ്ട് തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് നൻപൻ, നൻപനുക്ക് പൈത്യം. അതിനാൽ എനിക്ക് ഒന്നും കണ്ണ മുടിയാണ്ട് നിങ്ങൾ മന്നിച്ചെടുക്കുക. താങ്ക് യു.